ഹായ്, ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. പല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന ഒരു കറുപ്പ് നിറം, ഒരു കറുത്ത് തടിച്ചിട്ട് ഒരു വെൽവെറ്റൊക്കെ പോലെ ഉണ്ടാകുന്ന ഡ്രൈ ആയിട്ടുള്ള പാടുകൾ. കഴുത്തിൽ മാത്രമല്ല, ആംപിറ്റ്സിലും അതുപോലെ തന്നെ ഇടുക്കുകളിലും മടക്കുകളിലും ഒക്കെ കാണാം ഒരു കറുത്ത പാടുകൾ. ഈ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുണ്ടാകുന്ന പാടുകൾ ഉണ്ടാകുന്ന ആ ഒരു സ്കിന്ന് വളരെ കട്ടിയായിരിക്കും, ഒരു വെൽവെറ്റൊക്കെ പോലെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. ഇതിന് പറയുന്ന ഒരു പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. പലപ്പോഴും ഇത് ഉള്ള ആളുകൾ പറയും, ഇത് എത്ര തേച്ചിട്ടും ഉരച്ചിട്ടും സ്ക്രബ് ചെയ്തിട്ടൊന്നും ഇത് പോകുന്നില്ല, പല രീതിയിലുള്ള ഓയിൻമെൻറ്റും ഹോം റെമഡീസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, എന്തൊക്കെ കാണിച്ചിട്ടും ഇത് പോകുന്നേ ഇല്ല. അതുപോലെ തന്നെ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇതൊരു സ്കിൻ ഇൻഫെക്ഷൻ ആണോ, എന്താണ് ഇത്, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഇതൊരു രോഗമല്ല, പക്ഷേ പല രോഗങ്ങളുടെയും ഒരു പക്ഷേ ഇതൊരു സ്കിൻ മാനിഫെസ്റ്റേഷനായിട്ട് അപ്പിയർ ചെയ്തേക്കാം. ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പല രോഗാവസ്ഥ കാരണമോ അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണമൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു കറുത്ത പാടുകൾ ഉണ്ടാകാം. ഈ കറുത്ത പാടെന്ന് പറയുമ്പം അവിടെ സ്കിന്ന് ഭയങ്കര തിക്കണ്ടായിരിക്കും, അതായത് ഹൈപ്പർ കെരാട്ടോസിസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാടുള്ള സ്ഥലങ്ങളിൽ സ്കിൻ ടാഗ്സ് ഉള്ളതായിട്ടും കാണാൻ പറ്റും. ഇത് കൂടുതലായിട്ടും തുടയിടുക്കിലും ആംപിറ്റ്സിലും കഴുത്തിനും അതുപോലെ തന്നെ മടുക്കുകളിലും ഇടുക്കുകളിലൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലും കാണുന്നത്. ചില സമയത്ത് വിയർപ്പൊക്കെ അടഞ്ഞുകൂടി ചിലപ്പോൾ ഭയങ്കര ഒഫൻസീവായിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടാകുന്നതും കാണാം. ചില കേസസിൽ ഇതിനോടൊപ്പം തന്നെ ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് ഉണ്ടാകാനുള്ള കാരണം? ഒന്ന്, അമിതവണ്ണമുള്ള ആളുകളിൽ, അതായത് ഒബീസ് ആയിട്ടുള്ള ആളുകളിലും ഇതുപോലെയുള്ള ഈ പാടുകൾ കാണാറുണ്ട്. അതായത് പ്രോപ്പറായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതെ ഒരു ഹെൽത്തി ഫുഡായിട്ടൊന്നും ഫോളോ ചെയ്യാത്ത ആളുകളിൽ, അമിതവണ്ണമുള്ള ആളുകളിലൊക്കെ ഇതുപോലെ പാടുകൾ പല സ്ഥലത്തും, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള ആളുകളുടെ സ്കിൻ ഫോൾസിൻ്റെ ഇടയിലായിട്ടൊക്കെ ഇതുപോലെയുള്ള പാടുകൾ കാണാറുണ്ട്. പിന്നെ ഇത് കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ, അതായത് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ട് ശരീരത്തിൽ, പക്ഷെ അത് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിലും ഈ ഒരു പാടുകൾ, കറുത്ത ബ്രൗണിഷ് ആയിട്ടുള്ള ഈ ഒരു പാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ശരീരത്തിൽ ഒന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ഹോർമോൺ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ബോഡിയിൽ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇൻസുലിന് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാതിരിക്കുമ്പം കോശങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് എനർജിക്ക് വേണ്ടി കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് വിശപ്പ് കൂടും, ദാഹം കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി, നന്നായിട്ട് വായൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ഡീഹൈഡ്രേഷൻ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റ് ലക്ഷണങ്ങളാണ് ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് ഒരു പക്ഷേ അത് നയിച്ചേക്കാം. അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം. ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളിലും ഇതേപോലെ ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കണ്ടുവരാറുണ്ട്. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ മറ്റു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു വെയിറ്റ് ഗെയിൻ, ഒരുപാട് വെയിറ്റ് കൂടി വരിക, സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ പേശികൾക്കുണ്ടാകുന്ന വേദന, മലബന്ധം, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളിലും ഇതേപോലെ ഈ ഒരു കറുത്ത പാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവിന് വ്യത്യാസം സംഭവിക്കുമ്പോഴും ഇതുപോലെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാകാം. സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു പ്രധാന കാരണമാണ് PCOD, അതായത് അണ്ഡാശയ മുഴകൾ. അണ്ഡാശയ മുഴകളുള്ള സ്ത്രീകളിലും ഇതേപോലെ ഈ ഒരു കറുത്ത പാടുകൾ കണ്ടുവരാറുണ്ട്. ഈ PCOD എന്ന് പറയുമ്പം അവർക്ക് ഒരു പക്ഷേ അതിനോടൊപ്പം തന്നെ മെൻസസിന് ഇറഗുലാരിറ്റീസ് ഉണ്ടാകും, മെൻസസ് ഒന്നും പ്രോപ്പറായിട്ട് സംഭവിക്കുന്നില്ല, അതോടൊപ്പം തന്നെ അമിതവണ്ണം ഉണ്ടാകാം, ഇൻസുലിൻ്റെ അളവും ശരീരത്തിൽ കൂടാം, അവർക്ക് എക്സസീവായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകാം, ഒരുപാട് പിമ്പിൾസ് ഉണ്ടാകാം. അപ്പോൾ PCOD ഉള്ള ആളുകളിലും ഇതേപോലെ ഈ ഒരു കറുത്ത പാടായിട്ട് വരുന്ന ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പറഞ്ഞ ഈ ഒരു കണ്ടീഷനും ഉണ്ടാകാറുണ്ട്. ചില മെഡിസിൻസ്, അതായത് പ്രത്യേകിച്ച് സ്റ്റീറോയിഡ്സ് ഒക്കെ ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന ആളുകളിലും ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെ എടുക്കുന്ന ആളുകളിലും ഇങ്ങനത്തെ ഈ ഒരു പാടുകളൊക്കെ കണ്ടുവരാറുണ്ട്.
ചില കേസസിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഇതുപോലെയുള്ള അണ്ടർലൈൻ കോസസ് ഇതൊന്നും ഇല്ലാതെ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ അതൊരു പക്ഷേ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജനിതകമായിട്ട് കിട്ടുന്നതായിരിക്കും. അച്ഛനമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കളിലും അതുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. വളരെ റെയറായിട്ട് വരുന്നൊരു കാര്യമാണ് ക്യാൻസർ. പ്രത്യേകിച്ചും ആമാശയത്തിന് വരുന്ന ക്യാൻസറിലും ഇങ്ങനെയൊരു സിംറ്റംസ് കാണിക്കാറുണ്ട്. അതായത് ഈ ഒരു കറുത്ത പാടുകളും ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു വെൽവെറ്റ് പോലെയുള്ള തിക്കണ്ടായിട്ടുള്ള പാടുകൾ ഈ ക്യാൻസർ, പ്രത്യേകിച്ച് ആമാശയ ക്യാൻസർ പോലുള്ള അവസ്ഥയിൽ അതും കണ്ടുവരാറുണ്ട്. അത് വളരെ റെയറാണ്. അത് റെയറായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ഈ പാടുകൾ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതിന് ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അണ്ടർലൈൻ കോസ്. ഇപ്പം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഏതെങ്കിലും ആണോ എന്നുള്ളത് നമ്മളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ PCOD ഉള്ള സ്ത്രീകളാണെങ്കിൽ PCOD ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു കോസ് ക്ലിയർ ചെയ്യുക, ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക. ഈ വക കാര്യങ്ങളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അണ്ടർലൈൻ കോസ് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ അവരുടെ വെയിറ്റ് തീർച്ചയായിട്ടും കുറയ്ക്കണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ഫുഡ് നന്നായിട്ട് കഴിക്കുക. പച്ചക്കറികളും ഫ്രൂട്ട്സും ബീൻസും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. ഈ വൈറ്റ് റൈസ്, ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓയിലി ജങ്ക് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഒരു അരമണിക്കൂർ പ്രോപ്പറായിട്ട് നന്നായിട്ട് വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അരമണിക്കൂർ കൈയും വീശി നല്ല രീതിയിൽ നടക്കുക. അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ അത് വെയിറ്റ് കുറച്ചിട്ടും ഇനി മറ്റ് കണ്ടീഷൻസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക്, വീഡിയോയിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. താങ്ക്